2001 സെപ്റ്റംബർ 13 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 322. നിങ്ങളും ഉടമസ്ഥതയും. മനുഷ്യന് സാധനങ്ങൾ സ്വന്തമാക്കാനൊരു പ്രവണതയുണ്ട്. ചെറിയ സാധനങ്ങൾ സ്വന്തമാക്കുമ്പോൾ അയാളുടെ മനസ്സ് ചെറുതായി തുടരുന്നു. അപ്പോൾ അയാളുടെ ജീവിതം ശ്വാസം മുട്ടിക്കുന്നതാകുന്നു. അയാളുടെ ചേതന മുഴുവൻ വീട്ടിലും, സ്വന്തം കാറിലും, ജീവിത പങ്കാളിയിലും, മക്കളിലും, അത്തരത്തിലുള്ള മറ്റ് ഭൗതിക വസ്തുക്കളിലും കുടുങ്ങിക്കിടക്കുന്നു. സന്യാസം സ്വീകരിക്കുന്ന ഒരാൾ സ്വന്തം വീടുവിട്ട് ദൂരേക്ക് പോകുന്നു. അവിടെയും അതെ, അദ്ദേഹം തന്റെ ആസനങ്ങളെയും പുസ്തകങ്ങളെയും രുദ്രാക്ഷമാലയെയും ധാരണകളെയും ജ്ഞാനത്തെയുമെല്ലാം സ്വന്തമാക്കി വെക്കുന്നു. വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള ഉടമസ്ഥത ആശയങ്ങളോടും അനുഷ്ഠാനങ്ങളോടുമായി എന്ന മാറ്റം മാത്രമാണ് ഇവിടെയുണ്ടായത്. എന്നാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വായുവും ആകാശവും മനുഷ്യരാശി മുഴുവനും ഈശ്വരനും എല്ലാം തന്റേതാണെന്ന് ജ്ഞാനി അറിയുന്നു. വലിയ എന്തിന്റെയെങ്കിലും ഉടമസ്ഥത നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചേതന വികസിക്കുന്നു. അതേസമയം ചെറിയ കാര്യങ്ങളുടെ ഉടമസ്ഥതയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കോപം, അത്യാർത്തി എന്നീ ചെറിയ നിഷേധ വികാരങ്ങൾ പൊന്തിവരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ആളുകൾക്ക് സൂര്യനോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ബൃഹത്തായ പ്രപഞ്ചത്തോട് താൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് മനുഷ്യൻ സമ്മതിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ അവബോധത്തിന്റെ കുറവ് കൊണ്ടായിരിക്കാം. പണ്ടുകാലത്ത് ഭാരതത്തിലെ പുരാതന ഋഷിമാരും അമേരിക്കൻ ആദിവാസികളും ലോകത്തെല്ലായിടത്തുമുള്ള ആദി മനുഷ്യരും സൂര്യനോടും ചന്ദ്രനോടും ദിശകളോടുമെല്ലാം ബന്ധം സ്ഥാപിക്കാമെന്ന് അറിഞ്ഞിരുന്നു. ഗംഭീരമായ എന്തിന്റെയെങ്കിലും ഉടമസ്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ചേതനയും ഗംഭീരമായി തീരുന്നു. ജയ് ഗുരുദേവ്.